എല്ലാരടുത്തും അങ്ങനൊന്നും തോന്നുന്നില്ല. ഒന്നുമില്ല, നിലവിലില്ല. ഉം. നിലവിലൊന്നുമില്ല. നിലവിലൊന്നുമില്ല. ഉം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇവിടെ ഇപ്പോൾ ആർക്കും അങ്ങനെ പ്രശ്നം ഇല്ലെങ്കിൽ നമുക്കൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റിയല്ല. കാരണം നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുക്കുകയെന്ന്. അതായത് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ച എന്തെങ്കിലും ഒരു മെത്തേഡ് കാണുമായിരിക്കും. പൊതുവെ ക്ഷമിക്കുക എന്ന് പറയുന്നത് മനുഷ്യന് പറ്റാത്ത ഒരു കാര്യമായിട്ടാണ് വെപ്പ്. പക്ഷെ NLP കൂടെ അത് എളുപ്പം നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്, ദി ആർട്ട് ഓഫ് ഫോർഗിവിങ്. NLP ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ്, ഇതിനധികം ടൈമൊന്നും വേണ്ട, നമുക്ക് എപ്പോഴും ഒരു എക്സ്റ്റേണൽ ഈവന്റ് കാണും. ആരെങ്കിലും ആരെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞ എക്സ്റ്റേണൽ ഈവന്റ്, നമ്മളെ ഹർട്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഈവന്റ്. റിയാലിറ്റി, വാട്ട് റിയലി ഹാപ്പൻഡ്, ആക്ഷൻ ബൈ ഒഫൻഡർ. നമ്മളെ ആരെങ്കിലും വഞ്ചിച്ചു, പറഞ്ഞ വാക്ക് പാലിച്ചില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളെ പബ്ലിക്കായിട്ട് കളിയാക്കി എന്ന് പറഞ്ഞാൽ ഒരു ഒഫൻഡർ ഉണ്ട്. ആ ഒഫൻഡിങ് എന്ന് പറയുന്നത് അതൊരു ഈവൻ്റാണ്. ഉദാഹരണത്തിന് ഒരാൾ കടം മേടിച്ചു, 1000 രൂപ കടം മേടിച്ചു. കടം മേടിച്ചിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ തരാമെന്ന് പറയുന്നു. അപ്പം ഈവൻ്റ് എന്ന് പറയുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു കഴിയുമ്പം അയാൾ തരുന്നില്ല. തരുന്നില്ലെന്ന് തന്നെയല്ല, അയാൾ പറയുന്നു ഞാൻ നിങ്ങളോട് പൈസ മേടിച്ചിട്ടില്ല. അതാണ് ഈവൻ്റ്. അല്ലേ പറയുന്നു ഞാൻ നിങ്ങൾ മേടിച്ച കാശ് തന്നായിരുന്നല്ലോ, നിങ്ങൾ ഓർക്കുന്നില്ലേ, അത് എൻ്റെ പ്രശ്നമല്ലല്ലോ. ഇതാണ് ഈവൻ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അയാളാണ് ഒഫൻഡർ, ക്രൈം ചെയ്ത ആൾ അയാളാണ്. എൻ്റെ കാഴ്ച ഞാനാ പറയുന്നത് കേട്ടോ. ഇതിനകത്ത് രണ്ട് പാർട്ടിക്കാരുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിനകത്ത് ഒരു പാർട്ടി കടം മേടിച്ചയാൾ, ഒരു പാർട്ടി ഞാൻ. അപ്പം അയാൾ പറയുന്നു ഞാൻ പൈസ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പൈസ മേടിച്ചിട്ടില്ല. അപ്പം അതാണ് യഥാർത്ഥത്തിൽ പുറമേ നടന്ന ഒരു അനുഭവം. അതിനാർക്കും സംശയമുണ്ടോ? അയാൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഹർട്ടാകുകയല്ലോ. അയാൾ ആ കാശ് തരികയാണെങ്കിൽ ഹർട്ടാകുകയില്ല. പക്ഷെ അയാൾ പറയുന്നു നിങ്ങളോട് മേടിച്ച പൈസ ഞാൻ തന്നു, നിങ്ങൾ ഓർക്കുന്നില്ല. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈവന്റ് എന്ന് പറയുന്നത്. അത് പുറമേ സംഭവിച്ച ഒരു ഈവൻ്റാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അതാണ് ഇപ്പോഴത്തെ റിയാലിറ്റി എന്ന് പറയുന്നത്. അയാൾ പറയുന്നു ഞാൻ നിങ്ങളോട് കാശ് മേടിച്ചിട്ടില്ല. റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഉണ്ടായ സംഭവം ഒന്നും അല്ലാണ്ട് ശരി തെറ്റെന്നുള്ളതല്ല. ഉണ്ടായ സംഭവം എന്താണ്? അയാൾ ഇങ്ങനെ പറയുന്നു ഞാൻ നിങ്ങളോട് പൈസ മേടിച്ചിട്ടില്ല. തീർന്നു. നമ്മള് ഈവന്റ് ഉണ്ടാക്കുന്നില്ല, അയാളാണ് ഈവന്റ് ഉണ്ടാക്കിയത്. അയാൾ സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നു നീ പൈസ മേടിച്ചിട്ടുണ്ട്, എനിക്ക് തരണമെന്നും പറയുന്നു. ഇത് രണ്ടും കൂടെ കൂടുന്നതാണ് ഇപ്പം നിലവിലുള്ള ഈവന്റ് എന്ന് പറയുന്നത്. ഒരാൾ പറയുന്നു ഞാൻ മേടിച്ചിട്ടില്ലെന്ന്, ഞാൻ പറയുന്നു താൻ മേടിച്ചിട്ടുണ്ട്, ആ കാശ് ഇപ്പം വേണമെന്ന് പറയും. ഇതാണ് ഈവന്റ്. ഇതിന് യാതൊരു സംശയവും. ഏത് കോടതിയിൽ പോയാലും എവിടെ പോയാലും ഇതാണ് സംഭവം. അയാൾ പറയുന്നു തന്നിട്ടില്ല, തന്നിട്ടുണ്ട്, താൻ മേടിച്ചു. ഞാൻ പറയുന്നു മേടിച്ചിട്ടില്ല. അവിടെ വെച്ച് ആ ഈവന്റ് അങ്ങ് തീരുന്നു. അയാളുടെ വഴിക്ക് പോകുന്നു, ബസ്സേ കയറി അങ്ങ് പോകുന്നു. ഞാൻ എൻ്റെ വീട്ടിലോട്ടും പോകുന്നു. ഇതാണ് എക്സ്റ്റേണൽ ഈവന്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതുണ്ടായ കാര്യമാണല്ലോ. അയാൾ മേടിച്ചില്ലെന്ന് പറയുന്നു, ഞാൻ പറയുന്നു താൻ മേടിച്ചെന്ന് പറയുന്നു. ഇത്ര കളഞ്ഞിട്ട് ചിലപ്പോൾ എനിക്ക് ദേഷ്യം വന്നു, ചിലപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ ബസ്സേ കയറി അയാളുടെ വഴിക്ക് പോയി, ഞാൻ എൻ്റെ വീട്ടിലോട്ടും പോയി. ആ പ്രശ്നം അവിടെ വെച്ച് തീർന്നോ? സത്യത്തിൽ തീർന്നു. പുറമേയുള്ള അനുഭവം അവിടെ വെച്ച് തീർന്നു. ആ മനുഷ്യനെ ചിലപ്പോൾ പിന്നീട് നമ്മൾ കാണണമെന്ന് പോലുമില്ല. എന്നാൽ നമ്മുടെ മനസ്സിൽ ഈ അനുഭവം എങ്ങനെയാ കിടക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച്.
എങ്ങനെയാണ് കിടക്കുന്നത്? എനിക്ക് ഹർട്ടായി, ഐ ആം ഫീലിംഗ് വെരി ബാഡ്. അതിൻ്റെ പേരിന് ഹർട്ട് ഫീലിംഗ് എന്ന് പറയും. അയാൾ എന്നെ ഹർട്ട് ചെയ്തു, എൻ്റെ മനസ്സ് വൂണ്ടഡായി. ഇതാണ് ഇപ്പം നിലവിൽ എൻ്റെ ഒരു പ്രശ്നം. ഇപ്പോൾ ഹർട്ടായി എന്ന് പറഞ്ഞാൽ മനസ്സിൽ ചില സംസാരങ്ങൾ നടക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ അറിയുന്നത്. എന്നാലും അയാൾ കാശ് തന്നില്ലല്ലോ, എന്നെ അവൻ പറ്റിച്ചല്ലോ, ചതിച്ചല്ലോ എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കും. അതിനാണ് തോട്ട്സ് എന്ന് പറയുന്നത്, ചിന്തകൾ. അപ്പോൾ ആ പുറമേ ഉണ്ടായ ഒരു അനുഭവത്തിൻ്റെ പേരിൽ എൻ്റെ ഉള്ളിൽ ഇപ്പം നിലവിൽ കാണുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുക. ഒരു ചിന്തയ്ക്ക് പുറമെ വേറൊരു ചിന്ത. ഇന്റേണൽ ഇവന്റ് ഹർട്ടായി. അത് കാരണം തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പം നമ്മുടെ മനസ്സിലെ പ്രശ്നം. ഇതാണ് ഹർട്ടായി കഴിഞ്ഞാൽ ഇതൊരു കുഴപ്പം. ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഒരു ചിന്ത വരുന്നു, ഓവർ തിങ്കിങ് ആയിട്ട് വരുന്നു, ഇങ്ങനെ കുറേ ചിന്തകൾ വരും. ഒന്നുമല്ലേലും ഞാൻ അവനെ വിശ്വസിച്ച മണ്ടത്തരമായി പോയില്ലേ, അവനെ ഞാൻ എന്തൊരു ഉപകാരം ചെയ്തു, ഇതിങ്ങനെ. പിന്നെ സംഭവിക്കുകയെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് നമ്മുടെ ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുകയില്ല. ഈ ചിന്ത നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേണമെങ്കിൽ അതിന് പകരം ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ നടന്നു വരും. കാരണം ഉള്ളിൽ കിടക്കുന്ന ഹാർട്ട് ഫീലിംഗ് ആണ്, നെഗറ്റീവാണ് നമ്മൾ. നെഗറ്റീവ് ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു കാര്യവും വേണ്ട വിധത്തിൽ ചെയ്യാൻ പറ്റുകയില്ല. അതേപോലെ പോസിറ്റീവായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പോലീസിൽ പോകാനോ കംപ്ലൈൻറ്റ് കൊടുക്കാനോ എന്തെങ്കിലും തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വേണ്ട വിധത്തിൽ ഹാജരാക്കാനൊക്കെ പറ്റും. പക്ഷെ കോടതി ചെന്ന് കഴിഞ്ഞാൽ അവർ ചോദിക്കും തെളിവ് എന്താണ്? തെളിവൊന്നുമില്ല, ഞാൻ കൊടുത്തെന്നുള്ള തെളിവ് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം അങ്ങനെ ഇതിനൊരു സൊല്യൂഷനും ഇല്ല, നമ്മൾ ഇങ്ങനെ നടക്കും. അപ്പം എവിടെയാണ് നഷ്ടം വന്നിരിക്കുന്നത്? ഓൾറെഡി നമ്മുടെ 1000 രൂപ പോയി. അതിന് പുറമെ ഇപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ള ശക്തിയില്ല, നമ്മൾ നെഗറ്റീവായി. അപ്പം നമ്മുടെ എനർജി മുഴുവൻ ചോർന്നു പോയി എന്നുള്ളതാണ് ഇതിൻ്റെ റിസൾട്ട്. 1000 രൂപ പോയി എന്നുള്ള വൺ ടൈം എങ്ങനെയായാലും അത് പോയി, പോയി, ഓക്കെ. പക്ഷെ ഇപ്പം എനിക്ക് ഒരു കാര്യം ചെയ്യാനുള്ള എനർജി ഇല്ല, ഞാൻ നെഗറ്റീവായി. അപ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കണം. ഈ നെഗറ്റീവായിട്ടുള്ള എനർജീനെ കളഞ്ഞിട്ട് നമ്മൾ പോസിറ്റീവ് ആയേ പറ്റുള്ളൂ ജീവിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. അപ്പോൾ അതാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കാന്ന് പറയുമ്പോൾ ആദ്യം നമ്മളൊരു തീരുമാനം എടുക്കണം. എനിക്കിതിനകത്ത് നിന്ന് പുറത്ത് കിടക്കണം, എൻ്റെ എനർജി മുഴുവൻ ചോർന്നു പോയി, ഒരു കാര്യം ചെയ്യാനില്ല, പറ്റുന്നില്ല, എൻ്റെ ജീവിതം എങ്ങനെയാണ് കട്ടപ്പുകയായിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ കൊണ്ട് ക്ഷമിക്കാനും പറ്റുന്നില്ല. കാരണം ക്ഷമിക്കുക എന്നുള്ളൊരു വാക്ക് നമുക്ക് സാധാരണഗതിയിൽ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള. ക്ഷമിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ട് കഴിയുമ്പോൾ ഉടനെ വേറൊരു വശത്ത് നിന്ന് ചോദ്യങ്ങളുള്ളിൽ വരും, എന്തിനാ ക്ഷമിക്കുന്നത്? അയാളല്ലേ തെറ്റുകാരൻ. അപ്പൊ തിരിച്ച് ഞാൻ എന്നോട് ചോദിക്കണം, അയാൾ തെറ്റുകാരനായതിൻ്റെ പേരിൽ ഞാൻ എന്തിനാ ഇപ്പൊ അനുഭവിക്കുന്നത്? ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പൊ അനുഭവത്തിൽ നിന്ന് പുറത്ത് കിടക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് ഇനി എഴുതിയിരിക്കുന്നത്. ഇഫ് കണ്ടിന്യൂഡ് നോ എൻഡ് ടു സഫറിങ്. നമ്മൾ ഇതേ ചിന്തയിലങ്ങ് നടക്കുകയാണെങ്കിൽ ആ സഫറിങ്ങിന് ദെർ ഇസ് നോ എൻഡ് ടു ദാറ്റ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതിനാണ് അവയർനെസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവയർനെസ്സിലെത്തണം. കാര്യങ്ങൾ എന്താണ് നമ്മൾ അറിയണം. ഇത് ഇങ്ങനെ ഞാൻ നിലനിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ജീവിതകാലം മുഴുവൻ സഫർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനൊരു എൻഡ് ഉണ്ടാക്കണം. എൻഡ് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ പ്രിൻസിപ്പിൾ ഇതാണ് ഇങ്ങനെയാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്. ഈ കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞാൽ ഇതേ ചിന്തകൾ കൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഈ സഫറിങ് കണ്ടിന്യൂ ചെയ്യും. ഇപ്പം നമ്മുടെ മനസ്സിലൊരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ ആ ചിന്തയ്ക്കനുസരിച്ച് നമുക്കൊരു റിസൾട്ട് ഉണ്ടാകും. അങ്ങനെയാണ് മനസ്സ്
വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു ചിന്തയിലിരിക്കുന്നു, ആ ചിന്തയ്ക്ക് അനുസരിച്ച് ഒരു റിസൾട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ റിസൾട്ട് എന്താണ്? സഫറിങ് ആണ്. ആ സഫറിങ്ങിൽ നിന്ന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ആ ചിന്തകളിൽ മാറ്റം വരുത്തണം. ഇഫ് യു വാണ്ടഡ് ടു കം ഔട്ട് ഓഫ് സഫറിങ് യു ഹാവ് ടു ചേഞ്ച് ദ തോട്ട് എന്ന് പറയും. സഫറിങ്ങിന് കാരണമായിട്ടുള്ള ചിന്ത എന്താണോ? എന്താണ് ചിന്ത? അവൻ എന്നെ പറ്റിച്ചു, എന്നെ അവൻ ചതിച്ചു, അവൻ പറയുന്നത് കാശ് മേടിച്ചിട്ടില്ലെന്നാണ്. ഇതെല്ലാം ഇപ്പം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചിന്ത. അപ്പം ആ ചിന്ത തന്നെ നിലനിന്ന് പോവുകയാണെങ്കിൽ സഫറിൽ നിന്നും പുറത്ത് കിടക്കാൻ പറ്റുകയില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ സഫറിങ്ങിൽ നമ്മൾ തീരുമാനിക്കണം, നമ്മൾ ഇങ്ങനെ ലൈഫ് ടൈം സഫർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇങ്ങനെ സഫർ ചെയ്തു. എന്നിട്ട് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ ജീവിതം മുഴുവൻ സഫറിങ് മാത്രമാണ്. അപ്പൊ ആൾക്കാർ ചോദിക്കും, ഈ സഫർ ചെയ്യാന്ന് പറഞ്ഞ നിന്റെ മനസ്സിലെ കാര്യമല്ലേ, അത് നീ തീരുമാനിച്ചാൽ പോരെ എന്ന് ചോദിക്കും. ഏയ്, അവൻ കാരണമാണ് സഫർ ചെയ്യുന്നത്. ഇല്ല, അവനൊരു അനുഭവം ഉണ്ടാക്കി തന്നു, അവനവൻ്റെ വഴിക്ക് പോയി, അവനതിൻ്റെ അകത്ത് നേട്ടം കിട്ടി. പക്ഷെ നീ ജീവിതകാലം മുഴുവൻ സഫർ ചെയ്യല്ലേ. അപ്പൊ ആ ചിന്തേനെ മാറ്റണ്ടേ? ആ ചിന്തേനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്മനസ്സിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ സഫർ ചെയ്യും. ഇതാണ് ഇതിനകത്തെ പ്രിൻസിപ്പിൾ. നമ്മൾ സഫർ ചെയ്യുകയാണെങ്കിൽ സഫറിങ്ങിന് കാരണമായിട്ടുള്ള ചിന്തകളെ മാറ്റാൻ തയ്യാറാകണം. ഒരുപക്ഷെ നിങ്ങൾക്ക് പറ്റുകയില്ലായിരിക്കും, പക്ഷെ ഞങ്ങളെപ്പോലെയുള്ളവർ അല്ലെങ്കിൽ NLP പഠിച്ച ആൾക്കാർ അതിനുള്ള ടെക്നിക്ക് പറഞ്ഞു തരും. ആ ടെക്നിക്കാണ് ഇനി പറയാൻ പോകുന്നത്. റീപ്ലേസ് ദാറ്റ് തോട്ട് വിത്ത് അനദർ പോസിറ്റീവ് തോട്ട്. ഇപ്പോൾ ഉണ്ടായിരുന്ന തോട്ട് എന്താണ്? അതിൻ്റെ പേരാണ് നെഗറ്റീവ് തോട്ട്. അവൻ എന്നെ പറ്റിച്ചു, വഞ്ചിച്ചു. പക്ഷെ അവൻ പറയുന്നുണ്ട് ഞാൻ വഞ്ചിച്ചില്ല എന്നുള്ളത്. അപ്പൊ ആ തോട്ട് കൊണ്ടുവന്നാൽ മതി. ആ, അവനെ വഞ്ചിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു, പക്ഷെ വഞ്ചിച്ചില്ലായിരിക്കും, എനിക്ക് മറവി സംഭവിച്ചതായിരിക്കും, എനിക്ക് ചിലപ്പോൾ ഒരു അബദ്ധം പറ്റിയതായിരിക്കും എന്നൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉടനെ സഫറിങ്ങിൽ പോയി. ഇതാണ് നമ്മളൊരു പുതിയ തോട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ പുതിയ തോട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പുതിയ തോട്ട് ഉണ്ടാക്കാൻ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇങ്ങനെ ഒരു തോട്ട് കൊണ്ടുവന്നാൽ കുഴപ്പമില്ല. പക്ഷേങ്കിൽ അങ്ങനെ ഞാൻ എന്തിനാ തോട്ട് കൊണ്ടിരുന്നത്? ഇത് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആ തോട്ട് കൊണ്ടുവരാനുള്ള ഒരു സന്മനസ്സുണ്ടാക്കാൻ ഈ പറഞ്ഞ NLP കൂടെ സാധിക്കാനുള്ള ടെക്നിക്ക് നമ്മൾ പഠിപ്പിക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു തോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു, പക്ഷെ എന്നെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പൊ ആ പറ്റുന്ന ടെക്നിക്കാണ് നമ്മൾ NLP പഠിപ്പിക്കുന്നത്. NLP കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പൊ ഈ 5 ദിവസത്തെ ക്ലാസ് കൊണ്ട് കുറെ പ്രിൻസിപ്പിളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ കൊണ്ട് തന്നെ ഈ പ്രിൻസിപ്പിൾസ് നമ്മുടെ ഉള്ളിലേക്ക്, നമ്മൾ അറിഞ്ഞുകൊണ്ട് സമ്മതിക്കരുത് ഇതിനൊന്നും. അറിഞ്ഞുകൊണ്ട് പറയുന്നത് അയാൾ തെറ്റുകാരനാണ്, അയാളെന്നെ വഞ്ചിച്ചതാണെന്നാണ് കോൺഷ്യസ് മൈൻഡ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഞാൻ അറിയാതെ കൊണ്ട് തന്നെ പുതിയ തോട്ട് കയറ്റി വിടും. ഞാൻ അറിയുന്നില്ല, കാരണം കോൺഷ്യസ് മൈൻഡ് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ റെഫ്യൂസ് ചെയ്യും. അങ്ങനെ ചെയ്യാൻ പറ്റില്ല, എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ എനർജി എല്ലാം ചോർന്നു പോയി. പുതിയൊരു തോട്ടിൽ നിലനിൽക്കാനുള്ള എനർജി നമുക്കില്ല. കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ തെറിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മളതിനെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറക്കി വിടും. അതിനുള്ള ടെക്നിക്കാണ് NLP നമ്മൾ പഠിക്കുന്നത്. അതാണ് NLP കാര്യം ചെയ്യുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 5 ദിവസത്തെ കോഴ്സൊക്കെ പഠിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ കാര്യമുള്ളൂ. അപ്പം ഈ സംഗതി റീപ്ലേസ് നെഗറ്റീവ് തോട്ട് വിത്ത് എനി പോസിറ്റീവ് തോട്ട്, അതാണ്. അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ പറഞ്ഞാൽ നിങ്ങളുടെ ഒന്നും തലയിൽ കയറാൻ പോകുന്നില്ല. NLPക്കാർക്ക് അറിയാം എങ്ങനെയാണെന്നറിയാം. കാരണം അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡ്, ഒരു അരമണിക്കൂർ കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ സാധിക്കില്ല. 5 ദിവസത്തെ ക്ലാസ്സിൽ കൂടെ ഇങ്ങനെ ഒത്തിരി ടെക്നിക്കുകൾ നമ്മൾ പഠിക്കും. അപ്പം അങ്ങനെ പഠിച്ച് 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 അതിൻ്റെ ടെക്നിക്കുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് ക്ഷമിക്കാനുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ പല ആൾക്കാരും രക്ഷപ്പെട്ട ആൾക്കാരുണ്ട് ഇവിടെ. ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ നീ? ഓക്കെ.
അനുവിന്റെ കാര്യം മനസ്സിലായോ? മനസ്സിലായി. പക്ഷെ ആ തോട്ട് റിയൽ അല്ലല്ലോ. അപ്പൊ അത് നമ്മുടെ മനസ്സ് അത് അംഗീകരിക്കത്തില്ലല്ലോ. തന്നെയാ പറഞ്ഞത്. ക്രിട്ടിക്കൽ മൈൻഡ് ആണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. നമുക്ക് രണ്ട് മൈൻഡ് ഉണ്ട്, ഒന്ന് ക്രിട്ടിക്കൽ, ഒന്ന് കോൺഷ്യസ് മൈൻഡ്, ഒന്ന് സബ് കോൺഷ്യസ് മൈൻഡ്. അനു പറഞ്ഞത് ഇപ്പൊ കൃത്യമായിട്ട് ഒരു ലേമന്റെ ഭാഷ പറഞ്ഞത്. സാറേ അത് റിയൽ അല്ലല്ലോ, അവര് ശരിക്കും എനിക്കത് എന്നെ പറ്റിച്ചല്ലോ എന്ന് പറഞ്ഞു. അനു വീണ്ടും പുറത്തായോ? ആ, അനുവിനോടാ ഞാൻ സംസാരിക്കുന്നത്. അനു വീഡിയോ ഓഫ് ചെയ്താൽ എങ്ങനെയാ കണ്ടിന്യൂ ചെയ്യുന്നത്? ആ, അപ്പൊ ക്ലിയർ ആയോ? അനുവിന്റെ ഒരു കോള് വന്നായിരുന്നു. ആ, അനുവിന്റെ കോൺഷ്യസ് മൈൻഡിലാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? കോൺഷ്യസ് മൈൻഡാ പറയുന്നത്. അതെങ്ങനെയാ ഞാൻ സമ്മതിക്കുന്നത്? അതിനാ പറഞ്ഞ 5 ദിവസത്തെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞത്. നമ്മൾ സബ് കോൺഷ്യസ് ലെവലിലാണ് ഇതിനെ തോട്ട് കടത്തി വിടുന്നത്. കോൺഷ്യസ് മൈൻഡിൽ ഒരു കാര്യവും നടക്കുകയില്ല. ഈ തോട്ട് ഉണ്ടാക്കാൻ പോലും കോൺഷ്യസ് മൈൻഡ് സമ്മതിക്കുകയില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കോൺഷ്യസ് മൈൻഡാണ്. ആ കോൺഷ്യസ് മൈൻഡിനെ ബൈപ്പാസ് ചെയ്തിട്ട് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ തോട്ട് കടത്തിവിടും. നമ്മൾ അറിയാല. അതാ പറഞ്ഞ അറിഞ്ഞുകൊണ്ട് ക്ഷമിക്കാൻ പറ്റിയതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ക്ഷമ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമുള്ളവർക്കേ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ ആ ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. കാരണം നമ്മളെല്ലാം ലേവനാണല്ലോ. ദൈവത്തിന്റെ അനുഗ്രഹം നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴാണ് കിട്ടുന്നത് നമുക്കറിയത്തില്ല. നമ്മളിപ്പോ ഓൺ ദ സ്പോട്ട് ക്ലിയർ ആക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അതിന് താല്പര്യമുള്ളവരൊക്കെ NLP ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി. ഇതാ ക്ഷമിക്കാന്നുള്ള ഒരു കാര്യം. ഇതിനകത്ത് 100,000 കാര്യങ്ങൾ നടപ്പുണ്ട്. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാന്ന് പറയും, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കാന്ന് പറയും, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തിങ്കളാഴ്ച ഒരു ക്ലാസ് ഉണ്ട്, അതിന് ചേരാവുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക് ആ ലിങ്കൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണുമായിരിക്കും. ഇതിൻ്റെ വീഡിയോ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഗ്രൂപ്പിൽ ഇല്ലാത്തവർ ഗ്രൂപ്പിൽ ചേരണം കേട്ടോ, എങ്കിലേ വീഡിയോ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ എനിക്ക് അറിയത്തില്ല എവിടെയാ വീഡിയോ. ഇത് യൂട്യൂബ് വീഡിയോയിൽ ഇടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും കാണാവുന്ന രീതിയിൽ.